ഹലോ ഗൈസ്, ഒരു ചെറിയ സൗണ്ട് കേട്ടാ ഞങ്ങളുടെ ഫയർ അലാം അടിച്ചതാണ്. ദേ ഈ കരിഞ്ഞ കച്ചോരിയുടെ ആഘാതത്തിലാണ് ആ ഫയർ അലാം ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയത്. ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് നമ്മൾക്ക് ഇന്ത്യൻ സ്നാക്സ്, ഫ്രോസൺ ഇന്ത്യൻ സ്നാക്സും വാങ്ങാൻ കിട്ടും. അപ്പോൾ ദാൽ കച്ചോരി നമ്മൾ കഴിച്ചിട്ടില്ലേ, അപ്പോൾ നമ്മളത് ട്രൈ ചെയ്യാൻ വാങ്ങി. ഇത് ഫ്രോസണാണ്. അപ്പോൾ നമ്മളിത് ഒന്നും കൂടി മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കണം. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ 8 കച്ചോരിയും പിന്നെ അതിൻ്റെ ഒരു സോസും ഉണ്ട്. ജയ്പൂരിലെ സ്നാക്സാണ് കച്ചോരി. ഇതിൻ്റെ ഫില്ലിംഗ് വരുന്നത് പരിപ്പാണ്, മൂഗ് ദാലാണ് ഇതിൻ്റെ ഫില്ലിംഗ് വരുന്നത്. നോക്കിയേ, അതിൻ്റെയും നീതുക്കുട്ടൻ്റെ തലയുടെ ഷേപ്പും ഒരുപോലെ ഉണ്ട്. രണ്ടും മുട്ട. ഞാൻ അവന് ചൂടാക്കിയിട്ട് തരാമെന്നൊക്കെ പറയായിരുന്നു. ഇതിൻ്റെ ഹീറ്റിംഗ് ഇൻസ്ട്രക്ഷൻസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ മൈക്രോവേവിൽ ഹീറ്റ് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ ഓവനനുസരിച്ച് ആ ഹീറ്റിൻ്റെ ടൈമിംഗ് മാറുമെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അതിലെങ്ങനെയാണോ എഴുതിക്കുന്നത് അതുപോലെ ചെയ്തു ഞാൻ. ഒരു 10 മിനിറ്റ് മൈക്രോവേവിൽ അത് ചൂടാക്കി കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദേ അവിടെ ഫയർ അലാമൊക്കെ അലറി പൊളിക്കുകയാണ് ചെയ്തത്. അത്രയ്ക്കും പുകയായിരുന്നു. ഇപ്പം അതിൽ കാണുമ്പോൾ അത്ര പുകയൊന്നും തോന്നില്ലെങ്കിലും ഞങ്ങളെല്ലാവരും ചുമച്ചൊരു വഴിയായി. പിന്നെ നമ്മുടെ ഫയർ അലാം ഇവിടെ വേറെ എവിടേക്കും കണക്റ്റഡ് അല്ല, നമുക്ക് ഇൻഫോർമേഷൻ തരുള്ളൂ. അപ്പോൾ നമ്മൾ ചെന്ന് ഓഫ് ചെയ്താൽ മതി, വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കച്ചോരി എൻ്റെ അമ്മോ.